UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊരുങ്ങി തലസ്ഥാനം. സുരക്ഷ സംബന്ധിച്ച മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിനെത്തും. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. നാളെ നടക്കുന്ന വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തുടക്കത്തിൽ 12,000 പേർക്ക് പ്രവേശനം നൽകാനാണ് തീരുമാനിച്ചതെങ്കിലും തിരക്ക് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത 50,000 പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തലൊരുക്കുന്നത്. പാസ് ലഭിക്കാത്ത പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LED സ്ക്രീനുകളും സജ്ജീകരിക്കുന്നുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സുഖു, പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ, നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എലാബറേറ്റ് സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 3200 പോലീസ് ഉദ്യോഗസ്ഥരിനെ നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തു നാളത്തേക്കുള്ള സെക്യൂരിറ്റിന് വേണ്ടി. ഈ ഏരിയന് സെൻട്രൽ സ്റ്റേഡിയം ഏരിയന് ടോട്ടലായിട്ട് ഒരു സെക്യൂരിറ്റി സോണായിട്ട് ക്ലാസിഫൈ ചെയ്തു. എവിടെ ആവശ്യമുള്ള സുരക്ഷ കൊടുത്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ എത്തുന്നവർ 8 മണിക്കും 9-നും ഇടയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കണമെന്നാണ് അറിയിപ്പ്. UDF പ്രവർത്തകരുടെ കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പാണ് നാളെ പൂവണിയാൻ പോകുന്നത്. കാത്തിരിപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം നേരിൽ കാണുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് രാത്രിയോടുകൂടി പന്തൽ പണികൾ ഉൾപ്പെടെ എല്ലാ പണികളും പൂർത്തിയാക്കാൻ വേണ്ട നെട്ടോട്ടത്തിലാണ് അണിയറ പ്രവർത്തകരും. അരുൺ സാറിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.